ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ക്യൂബിക്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 360യുടെ വർക്കാണ്. പക്ഷേ യൂഷ്വലി നമ്മളെല്ലാവരും ഞങ്ങൾ തന്നെ ഒത്തിരി 360യുടെ വർക്ക് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ വർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ XUV 700ൻ്റെ M5 വേരിയൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ആ വണ്ടിയിൽ ഓൾറെഡി ഫുൾ ക്ലസ്റ്റർ സ്റ്റീരിയോ ആണ് വരുന്നത്. അപ്പോൾ അതിലില്ലാത്തത് ഒരു 360 മാത്രമാണ്. അപ്പോൾ കസ്റ്റമറിന് ആ ഒരു സ്റ്റീരിയോ മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ മോശമാണ്, കാരണം അത്രയും നല്ലൊരു സ്റ്റീരിയോ ആണ് അതിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ആ കമ്പനി സ്റ്റീരിയോയുടെ എല്ലാ ഫങ്ഷൻസും നിലനിർത്തിക്കൊണ്ട് നമ്മളൊരു 360 ആഡ് ചെയ്തേക്കാണ്. ആ 360യിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റീരിയോയിലെ ടച്ച് സ്ക്രീൻ അടക്കം എല്ലാം നമുക്ക് 360യിൽ വർക്ക് ചെയ്യും. അതായത് യൂഷ്വലി നമ്മളൊരു കമ്പനി സ്റ്റോക്ക് സ്റ്റീരിയോയിൽ 360 ആഡ് ചെയ്ത റോട്ടറി കൺട്രോൾ ആയത് റിമോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സെറ്റപ്പിൽ നമ്മൾക്ക് റോട്ടറി കൺട്രോളോ റിമോട്ടോ ഇല്ല. നമ്മൾ സ്റ്റീരിയോയിൽ തന്നെയാണ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഒരു ഒറിജിനൽ സ്റ്റീരിയോയിൽ 360 നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്താൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ആഡ് ഓൺ കിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. അതായത് ഓൾമോസ്റ്റ് 1.5 lakhs ആണ് നമുക്ക് XUV 500ൽ 360 ബിൽറ്റ് ഇൻ വരുന്ന ഒരു സ്റ്റീരിയോ കമ്പനിയിൽ വരുന്നത്. നമ്മൾ അതേപോലെ തന്നെയാണ് നമ്മൾ വളരെ എമൗണ്ട് കുറച്ചിട്ട് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈവൻ ഒരു ഹോള് പോലും അടിക്കണ്ട. മിറേഴ്സിന്റെ താഴെ നമ്മുടെ ക്യാപ്പ് ഊരിയിട്ട് അവിടെയാണ് നമ്മൾ സൈഡ് ക്യാമറാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ലോഗോയുടെ താഴെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് ഇത്, അത് അങ്ങനെ ഊരി നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ലോഗോയുടെ താഴെ നമുക്ക് ക്യാമറയ്ക്ക് ഒരു പ്രൊവിഷൻ ഉണ്ട്, അവിടെ നമ്മൾ ഫ്രണ്ട് ക്യാമറയും കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ. ഈവൻ സ്റ്റീരിയോയിലെ കണക്ഷൻസ് പോലും മെയിൽ ആൻഡ് ഫീമെയിൽ ഒരു കണക്ടർ മാത്രമുള്ള, അതായത് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടാണ് നമ്മൾ ഈ വണ്ടിയിൽ ഈ 360 സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം, XUV 700ൽ അഡാപ്റ്റീവ് ലൈൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത്. അതുപോലും പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈവൻ റിവേഴ്സ് സെൻസേഴ്സ് നമ്മൾ 360 വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ തന്നെ അതിൻ്റെ വാർണിങ്സും ഗ്രീൻ ലൈറ്റ്, ഓറഞ്ച് ലൈറ്റ് എല്ലാം നമ്മളെ കാണിക്കും. ഇതാണ് 360 സൈഡിൽ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടെ നമ്മൾ ഇതിൽ ഓഡിയോ അപ്ഗ്രേഡും കൂടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആംബിന് പകരം, അതായത് സ്പീക്കേഴ്സ് ഡ്രൈവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഓങ്കിയോടെ DSP ആണ്. XME 11 എന്ന് പറഞ്ഞ DSP 6 ചാനൽ DSP കിറ്റാണ് ചെയ്തിരിക്കുന്നത്. അതായത് 4 ആക്റ്റീവ് ഔട്ട്പുട്ടും 2 പാസീവ് ഔട്ട്പുട്ടും വരില്ല DSP ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓഡിയോയ്ക്ക് നമ്മൾ സ്പീക്കേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് ഹെഡ്സിൻ്റെ ഡൈസി സീരീസിൽ വരുന്ന ഒരു കമ്പോണൻറ്റ് സ്പീക്കർ ഫ്രണ്ടിലും ഡൈസി സീരീസിൽ വരുന്ന ഒരു കൊയാക്സിയൽ സ്പീക്കേഴ്സുമാണ് ബാക്കിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ വണ്ടി പ്രോപ്പറായിട്ട് ഓഡിയോ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് 2 ലെയർ ക്ലീൻ, അതായത് 1 ഇഞ്ച് പോലും വിടാതെ ഡോറിൻ്റെ ഇന്നർ ആൻഡ് ഔട്ടർ ലെയർ STPയുടെ വൈറ്റ് ഡാമ്പിങ് ഷീറ്റ്സ് കൊണ്ട് ഫുൾ ഡാമ്പും ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വർക്ക് ഒരു XUV 700ൽ 360 സ്റ്റോക്ക് സ്റ്റീരിയോയിൽ 360യും ആഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓഡിയോ അപ്ഗ്രേഡ്, ഓങ്കിയോടെ ഒരു DSP ആമ്പും ഹെഡ്സിൻ്റെ കമ്പോണൻ്റ് ആൻഡ് കൊയാക്സിയൽ സ്പീക്കേഴ്സ്, അതാണ് ഇന്ന് ക്യൂബിക്സ് ചെയ്തിരിക്കുന്ന വർക്ക്. നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ വർക്ക്, ഞങ്ങളുടെ ഈ ചാനലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡു ഫോളോ അസ്, സബ്സ്ക്രൈബേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ക്യൂബിക്സ് കസ്റ്റം വർക്സ്. താങ്ക് യു ഗൈസ്.